ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗസ്റ്റ് 30 വിശുദ്ധ ഫിയാക്കർ. രോഗശാന്തി നൽകുവാനുള്ള അത്ഭുതകരമായ വരം ലഭിച്ചിരുന്ന വിശുദ്ധനായിരുന്നു ഈ വിശുദ്ധൻ. അയർലാൻഡിലെ ഒരു സമ്പന്നവും കുലീനവുമായ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പുതിയ അറിവുകൾ നേടിയെടുക്കാൻ എപ്പോഴും അതീവ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ഫിയാക്കർ. പച്ചമരുന്നുകൾ കണ്ടെത്തി അവയുടെ ഔഷധ ഗുണങ്ങൾ കണ്ടെത്തുന്നതിൽ ബാല്യകാലത്ത് തന്നെ ഏറെ ശ്രദ്ധ വെച്ചിരുന്നു. ലൗകിക ലോകത്തിൽ നിന്ന് അകന്ന ഒരു ആത്മീയ ജീവിതത്തിന് തുടക്കമിടാൻ ഫിയാക്കർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിനു ശേഷം ഭക്തരായ കുറേ കൂട്ടുകാർക്കൊപ്പം അദ്ദേഹം ഫ്രാൻസിലേക്ക് കപ്പൽ കയറി. എവിടെയെങ്കിലും ഏകാന്തമായ സ്ഥലത്ത് ചെന്ന് പർണശാല കെട്ടി താമസിക്കാനായിരുന്നു അവരുടെ തീരുമാനം. മോവിലെ ബിഷപ്പ് ഫവറോയുടെ അടുത്താണ് അവർ എത്തിയത്. തങ്ങൾക്ക് ആശ്രമം കെട്ടാനും പച്ചമരുന്നുകൾ വളർത്താനുമായി കുറച്ച് സ്ഥലം നൽകണമെന്ന് ഫിയാക്കർ ബിഷപ്പിനോട് ആവശ്യപ്പെട്ടു. ചെറുപ്പക്കാരുടെ സാമർഥ്യവും ദൈവസ്നേഹവും മനസ്സിലാക്കിയ അദ്ദേഹം ഒരു മലമുകളിൽ ഇവർക്ക് താമസിക്കുവാൻ സ്ഥലം കണ്ടെത്തി കൊടുത്തു. വൻമരങ്ങളുടെ ഒരു വനപ്രദേശമായിരുന്നു അത്. ഒരു ദിവസം കൊണ്ട് മരങ്ങൾ വെട്ടിയെടുക്കാനാവുന്ന സ്ഥലം എടുത്തുകൊള്ളാനായിരുന്നു ബിഷപ്പ് അനുവാദം കൊടുത്തിരുന്നത്. എല്ലാവരും ചേർന്ന് സ്ഥലം വെട്ടിയൊരുക്കി. അത്ഭുതകരമായ രീതിയിൽ മരങ്ങൾ ഫിയാക്കറിന് വഴിമാറി കൊടുത്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഫിയാക്കർ മഴുവുമായി എത്തുമ്പോൾ തന്നെ മരങ്ങൾ താഴെ വീണു. തന്റെ പദ്ധതിക്ക് ആവശ്യമുള്ളതിലും ഏറെ സ്ഥലം ദിവസം കൊണ്ട് അവർ തയ്യാറാക്കി. ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇതാണെന്ന് ബിഷപ്പ് ഫറവോ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഫിയാക്കറിന്റെ പിന്നീടുള്ള ജീവിതം കഠിനമായ വ്രതങ്ങളും പ്രാർത്ഥനയും നിറഞ്ഞതായിരുന്നു. കഠിന തപസ്. സ്ത്രീകൾക്ക് ആശ്രമത്തിൽ അദ്ദേഹം പ്രവേശനം അനുവദിച്ചിരുന്നില്ല. നിരവധി പേർ ഫിയാക്കറിന്റെ അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. രോഗികൾക്ക് തന്റെ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ചികിത്സ നടത്തി. ഏത് മഹാരോഗിയും സുഖപ്പെട്ടു. മരുന്നിന്റെ ശക്തിയേക്കാൾ ദൈവത്തിന്റെ ശക്തിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. മരണം വരെയും പ്രസംഗത്തിലൂടെയും പ്രവർത്തനയിലൂടെയും നിരവധി പേരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 670 ഓഗസ്റ്റ് 30 അദ്ദേഹം മരിച്ചു. യൂറോപ്പിലെ നിരവധി ദേവാലയങ്ങളിൽ ഫിയാക്കറിന്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിട്ടുണ്ട്.